സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 വർഷത്തിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്കറിയാം 2 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷാ ടൈം ഉള്ളത്. ഇവിടെ നമുക്ക് 6ഓളം ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ എന്തായാലും ഉത്തരം എഴുതേണ്ടതാണ്. ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ 5 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഗതിവിധി 1 ഒന്നാമത്തെ ഗതിവിധിയിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനെ ആസ്പദമാക്കി താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓപ്ഷൻസ് നോക്കി ഉത്തരം കണ്ടുപിടിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും എഴുതേണ്ട ചോദ്യമാണ് ഒന്നാമത്തെ ഗതിവിധിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏക് താലാബ് കെ കിനാരെ ഏക് പീപ്പൽ കാ പേड़ था, उस पेड़ पर बहुत सारे बंदर रहते थे. एक रात आसमान में चांद निकला हुआ था, उसकी छाया पानी में चमक रही थी. एक बंदर ने कहा चांद पानी में गिर गया है. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്ത് താഴത്തെ ചോദ്യത്തിന് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താലാബ് കെ കിനാരെ കോൻസാ പേड़ था. അപ്പം നമുക്കറിയാം ഇതിൽ ഏതാണ് താലാബ് കെ കിനാരെ. ഈ ചോദ്യഭാഗം വരുന്നിടത്ത് ഉത്തരം ഉണ്ടാകും. പീപ്പൽ കാ പേड़ था. ഏതാണ് ആൻസർ? പീപ്പൽ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പേड़ पर कौन रहता था. ഈ പേടിൽ ആര് വസിച്ചു എന്നാണ് പറഞ്ഞത്? ദ പേड़ पर बहुत सारे बंदर रहते थे എന്നുള്ള സെൻറ്റൻസ് കണ്ടോ? അപ്പോൾ ഉത്തരം എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ബന്ദറാണ്. 3 ചാന്ദ് കഹാ നിഗലാ ഹുവാ ഥാ. നമുക്ക് ആ വാക്ക് വരുന്നിടത്ത് ഉത്തരം ഉണ്ടാവും. ഏക് രാത്ത് ആസ്മാൻ മേ ചാന്ദ് നിഗലാ ഹുവാ ഥാ. അപ്പോൾ എവിടെയാണ് ആസ്മാൻ മേ? സെക്കൻഡ് ഓപ്ഷനാണ് ഉത്തരം ശരിയായിട്ടുള്ളത്. 3 കിസ്കി ഛായ പാനി മേ ചമക് രഹി ഥി. അപ്പം കിസ്കി ഛായ പാനി മേ ചമക് രഹി ഥി. അപ്പോൾ ഉസ്കി ഛായ പാനി മേ ചമക് രഹി ഥി എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും? ചാന്ദ് കി അല്ലേ. ചാന്ദ്, ആകാശത്തിൽ ചന്ദ്രനെ കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, ചാന്ദ് കി. നെക്സ്റ്റ് ബന്ദറിനെ ക്യാ കഹ. ഇവിടെ ബന്ദർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏക് ബന്ദറിനെ കഹ എന്ന് പറഞ്ഞിട്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ചാന്ദ് പാനി മേ ഗിർ ഗയാ ഹെ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ചാന്ദ് പാനി മേ ഗിർ ഗയാ ഹെ എന്ന് പറയുന്നതാണ്. ലാസ്റ്റ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇത്രയും ഭാഗങ്ങൾ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് പുറത്തുനിന്നുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ വാക്കുകൾ വരുന്ന ഭാഗത്തിലായിട്ട് ആൻസർ ഉണ്ടാകും. അപ്പോൾ ആ വരി ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ ഗതിവിധി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കവിത തന്നെയാണ്. ദേശ് ഹമാര ചംകെ ജയ്സെ ജഗ്മഗ് താര എന്ന് പറയുന്ന നമ്മുടെ ജഗ്മഗ് താര എന്ന കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ. കവിതാംശ സേ കോയി ഏക തുകാന്ത് ശബ്ദ ചുൻകറിലേക്ക്. ഇവിടെ താര പ്യാര അല്ലേ, ജയ്സ് എക്സാമ്പിളായിട്ട് നമുക്ക് താര പ്യാര എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കവിതാഭാഗത്ത് നിന്നും ഇതേപോലെ വരുന്ന ഒരുപോലെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന തുകാന്ത് ശബ്ദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഹമാര, താര, രഘുവാര, സംവാര എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാക്കുകൾ. അവയാണ് എടുത്ത് എഴുതേണ്ടത്. രഘുവാര, സംവാര എന്നുള്ള വാക്കുകൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് സഹി മിലാങ്കരെ മാച്ച് ദി ഫോളോയിങ് ആണ്. ചേരുംപടി ചേർക്കുക. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ വരുന്ന ഭാഗം കവിതയിലുണ്ടോ നോക്കണം. അതിൻ്റെ അടുത്ത് ആൻസർ ഉണ്ടാകും. സത്യ അഹിംസാക്ക ഏതാണ്? നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് രഘുവാര. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ ഓപ്ഷനാണ് രഘുവാര ആണ് ഉത്തരം. ബലിദാനോനെ ഉസേ സംവാര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംവാര ലാസ്റ്റ് ഓപ്ഷനാണ് ശരി. ജഗ്മഗ് ഏതാണ്? താര. ജാൻസെ പ്യാര ദേശ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ മുകളിലെ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഗതിവിധി 3 ബാദൽദാനി കവിതയിലെ വരികൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്. കവിതാംശമേ പാനി കാ സമാന അർത്ഥവാല ശബ്ദ കോൺസാ ഹെ. ഈ കവിതയിലെ പാനി എന്ന അർത്ഥം വരുന്ന വാക്ക് വരിയിലേതാണ്? പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വെള്ളമാണ്, ജലമാണ് അല്ലേ. അപ്പോൾ അതിന് ചേരുന്ന വാക്ക് ഏതാണ്? ഒന്നാമത്തെ വരിയിൽ തന്നെ അതാ സാഗർ സേ ഭർ ഭർ ജലിലാത്തെ എന്നുള്ള. അപ്പോൾ ജൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ പാനി അമൂലി ഹെ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ. ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ 5ാം ക്ലാസ്സിലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ബോക്സ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാനി വെള്ളത്തെക്കുറിച്ചുള്ള പോയിന്റുകൾ കൊടുക്കുക.
ഇവിടെ പാനി അമൂല്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക. ഗതിവിധി 4 നാലാമത്തെ ഗതിവിധി എന്ന് പറയുന്നത് ചിത്രമാണ് തന്നിട്ടുള്ളത്. ഈ ചിത്രം നോക്കിയിട്ട് താഴെ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ട്, അവയ്ക്ക് അനുയോജ്യമായ സെൻറ്റൻസുകൾ എടുത്തെഴുതുക എന്നാണ് ഒന്നാമത്തെ ചിത്രം. ആ ഒന്നാമത്തെ ചിത്രത്തിന് ചിത്രകഥ ദേഖേം ഔർ വാക്യോം കോ ക്രമബദ്ധ കർക്കെ ലിഖേ. ചിത്രകഥ നോക്കിയിട്ട് വാക്യങ്ങളെ ക്രമത്തിലാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ചേരുന്ന സെൻറ്റൻസ് ഇവിടെ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ്. ബന്ദർ ഔർ ബഗുള പ്യാസെ ബൈഠേതെ. ബന്ദറും ബഗുളയും ദാഹത്തോടെ ഇരിക്കുകയായിരുന്നു. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ദില്ലി സെ പൂച്ച ബാദൽ കോ ദേഖാ ഹെ. നാലാമത്തെ സെൻറ്റൻസ്. അടുത്തത് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ബില്ലിനെ കഹാ ബാദൽ ബൂഢെ ബബൂൾ മേ ഫസാ ഹെ. അല്ലേ, ബാദൽ ആ മുള്ളുമരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്നു. നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് സബിനെ മിൽക്കർ ബാദൽ കോ ബച്ചായ. ആ സെൻറ്റൻസ് സബ് ഖുഷി സെ നാച്ചനെ ലഗെ. എല്ലാവരും സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അനുയോജ്യമായ സെൻറ്റൻസുകൾ എടുത്തെഴുതാൻ പറയാറുണ്ട്. ഗതിവിധി 5 അഞ്ചാമത്തെ ആക്ടിവിറ്റി ചിത്രം നോക്കിയിട്ട് അതിന് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ചിത്രക്കെ കിസി ഏക്ക് ജാൻവർ കാ നാം ലിഖേ. ഈ ചിത്രത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ജാൻവർ മൃഗത്തിൻ്റെ പേരെഴുതാൻ. നമ്മൾ കുറേ മൃഗങ്ങളെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം കുരങ്ങുണ്ട് അല്ലേ, ബന്ദർ. പിന്നെ ആരുണ്ട്? ബഗുല ഉണ്ട്, മേണ്ടക് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ജീവി, അതിലൊരു ജീവിയുടെ പേരെഴുതാനാണ് പറഞ്ഞത്. ഇനി ചിത്രക്കെ ആധാർ പർ വിവരണം തയ്യാർ കരെ. ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹമേക്ക് ചിത്ര ഹേ, ചിത്രമേ പേട് ഹേ, കിസാൻ ഹേ, ബന്ദർ ഔ ബഗുല, മേണ്ടക് ആദി ഹേ, ആകാശ് മേ ബാദൽ ഹേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ 2 മുതൽ 6 വരെ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പം ഇനി ആറാമത്തെ ഗതിവിധി നമുക്ക് നോക്കാം. വർഗ് പഹേരിയാണ്, പദപ്രശ്നം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നീച്ചേക്ക് ഓർന്ന് പറഞ്ഞാൽ താഴേക്ക്. അപ്പം 1 എന്നുള്ളത് താഴേക്കാണ്. നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഓരോ കളങ്ങളിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു ഫിഷിൻ്റെ ചിത്രമാണ് അല്ലേ, അതിനെന്താ പറയുക? മച്ചിലി എന്നാ പറയുക. അപ്പോൾ 1 എന്ന നമ്പറിൽ മാ, രണ്ടാമത്തെ കളത്തിൽ ച, മൂന്നാമത്തെ കളത്തിൽ ലി, മച്ചിലി. ഇനി നെക്സ്റ്റ് എന്താണ്? രണ്ടാമത്തെ ചിത്രം കാണുന്ന ബാദലാണ്. അപ്പോൾ 2 എന്നുള്ള കോളത്തിൽ ബാ എന്ന് എഴുതുക, താഴെ ദ, പിന്നെ ല, ബാദൽ. മൂന്നാമത്തെ ചിത്രത്തിൽ ആരാണ്? ഹിരണാണ് അല്ലേ, ഹിരണ എഴുതുക. അത് എവിടെ ഉണ്ട്? ഇതാ നമുക്ക് ഈ ബോക്സിൽ ഇവരുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിച്ചിട്ട് എഴുതുക. ഇനി വലത്തോട്ട് എഴുതുമ്പോൾ ദായിം ഓർ എന്ന് പറഞ്ഞാൽ വലത്ത് ഭാഗത്തേക്കാണ് നമ്മൾ എഴുതേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യന് നേരെ നമ്മൾ വലത്തോട്ട് ബന്ദർ എന്ന് എഴുതുക, കുരങ്ങാണ്. 5 ആരാണ്? ഗായാണ്. 5 എന്നുള്ളത് ഗായ്. അപ്പോൾ ഇവിടെ വാക്കുകളെല്ലാം ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങളെടുത്ത് പൂരിപ്പിച്ചാൽ മതി. ഇത്രയുമാണ് 6ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ.